ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നത് മുതൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നത് വരെയുള്ള 14 സ്ഥലങ്ങളാണ് കുരിശിന്റെ വഴിയായി പറയുന്നത്. 1-ാം സ്ഥലം, ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. യേശു ക്രിസ്തുവിനെ യഹൂദ മതനേതാക്കൾ പിടികൂടി റോമൻ ഭരണാധികാരിയായ പൊന്തിയോസ് പിലാത്തോസിന്റെ മുന്നിൽ കൊണ്ടുവന്നു. അവർ യേശുവിനെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഇവൻ സ്വയമേ രാജാവായി പ്രഖ്യാപിക്കുന്നു, ഇവൻ ദൈവത്തെ നിന്ദിക്കുന്നു. യഹൂദ മതനേതാക്കളുടെ ആക്രോശം കേട്ട് പിലാത്തോസ് യേശുവിനെ ചോദ്യം ചെയ്തു. എന്നാൽ യേശുവിൽ യാതൊരു കുറ്റവും കണ്ടെത്താൻ അദ്ദേഹത്തിനായില്ല. അതുകൊണ്ട് യേശുവിനെ വിട്ടയക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ആ സമയത്ത് മതനേതാക്കളുടെ പ്രേരണയാൽ ജനക്കൂട്ടം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കൂ. പിലാത്തോസ് ജനങ്ങളെ ശാന്തരാക്കാൻ ഒരു മാർഗം കണ്ടു. ആചാരപ്രകാരം ഒരു തടവുകാരനെ മോചിപ്പിക്കാവുന്നതാണ്. അത് കുറ്റവാളിയായ ബറാബാസിനെയോ അല്ലെങ്കിൽ ഒരു കുറ്റവുമില്ലാത്ത യേശുവിനെയോ. അദ്ദേഹം ജനങ്ങളോട് ചോദിച്ചു. പക്ഷെ ജനങ്ങൾ ബറാബാസിനെ വിട്ടയക്കാൻ പറയുകയും യേശുവിനെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ നിസ്സഹായനായ പിലാത്തോസ് തന്റെ കൈകൾ കഴുകിക്കൊണ്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. എങ്കിലും ജനങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അദ്ദേഹം യേശുവിനെ കുരിശുമരണത്തിന് വിധിച്ചു. ഈശോ മിശിഹായെ പൊന്തിയോസ് പിലാത്തോസ് മരണത്തിന് വിധിക്കുന്ന ഈ സ്ഥലം കുരിശിന്റെ വഴിയിൽ 1-ാം സ്ഥലമായി കണക്കാക്കുന്നു. 2-ാം സ്ഥലം, ഈശോ മിശിഹ കുരിശ് ചുമക്കുന്നു. 2-ാം സ്ഥലത്ത് മിശിഹ തന്റെ കുരിശ് ഏറ്റുവാങ്ങുന്നു. പൊന്തിയോസ് പിലാത്തോസ് യേശുവിനെ ക്രൂശിക്കലായി വിധിച്ച ശേഷം റോമൻ സൈനികർ ഒരു വലിയ മരക്കുരിശ് അദ്ദേഹത്തിന്റെ മേൽ ചുമത്തുന്നു. അവർ അദ്ദേഹത്തെ ചമ്മട്ടി കൊണ്ട് അടിക്കുകയും അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് മുൾക്കിരീടമണിയിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ശരീരം രക്തസ്രാവത്താൽ ദുർബലമായിരുന്നു. ഈ വിധ പീഡനങ്ങൾക്കൊടുവിൽ വലിയ ഭാരമേറിയ കുരിശ് ചുമന്നുകൊണ്ട് ദുർഘടമായ വഴിയിലൂടെ എതിർപ്പോ പരാതിയോ കൂടാതെ അദ്ദേഹം മുന്നോട്ടു നീങ്ങുന്നു. ഈ യാത്രയിൽ അദ്ദേഹം ചുറ്റും നോക്കുന്നുണ്ട്. സ്നേഹിതന്മാരോ ശിഷ്യന്മാരോ അദ്ദേഹത്തിന്റെ അത്ഭുത പ്രവൃത്തികളുടെ ഫലമറിഞ്ഞവരോ ആരെയും തന്നെ ആ വഴിയോരത്ത് അദ്ദേഹം കണ്ടെത്തുന്നില്ല. ഓശാന പാടി അദ്ദേഹത്തെ എതിരേറ്റവരും നിശബ്ദമായിരിക്കുന്നു. ഇതെല്ലാം നോക്കിക്കൊണ്ട് രക്തത്തിൽ കുളിച്ച് ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് നീങ്ങുന്നു. 3-ാം സ്ഥലം, ഈശോ മിശിഹ 1-ാം പ്രാവശ്യം വീഴുന്നു. പരിഹാസത്താലും ക്രൂരമർദ്ദനത്താലും രക്തസ്രാവത്താലും ക്ഷീണിച്ചവശനായ മിശിഹ കല്ലുകൾ നിറഞ്ഞ പാതയിലൂടെ ഭാരമുള്ള കുരിശ് ചുമന്ന് പോകുന്നതിനിടയിൽ കാലിടറി വീണു പോകുന്നു. ആ സമയം റോമൻ സൈനികർ അദ്ദേഹത്തെ ചമ്മട്ടിയാൽ ക്രൂരമായി പ്രഹരിക്കുന്നു. യൂതന്മാർ അവിടുത്തെ പരിഹസിക്കുന്നു. കാൽമുട്ടുകൾ പൊട്ടി രക്തമൊലിച്ചിട്ടും അദ്ദേഹം അവിടെ നിന്നും എഴുന്നേറ്റ് തന്റെ യാത്ര തുടരുന്നു. മാനവ സമുദായത്തോടുള്ള അഗാധമായ സ്നേഹത്തിന്റെ ഭാഗമായി അവിടുന്ന് എല്ലാം നിശബ്ദമായി സഹിക്കുന്നു. നമ്മുടെ വീഴ്ചകളിൽ നിരാശരാകാതെ വീണെടുത്തു നിന്നും എഴുന്നേറ്റ് ക്ഷമയോടെ യാത്ര തുടരാൻ മിശിഹ തന്റെ പീഡാനുഭവ യാത്ര കൊണ്ട് കാണിച്ചു തരുന്നു. കുരിശിന്റെ വഴി, 4-ാം സ്ഥലം, ഈശോ വഴിയിൽ വെച്ച് തന്റെ മാതാവിനെ കാണുന്നു. കുരിശു ചുമന്ന കാൽവരിയിലേക്ക് പോകുന്ന മിശിഹ തന്റെ അമ്മയായ മറിയാമിനെ കാണുന്ന ഹൃദയഭേദകമായ നിമിഷമാണ് 4-ാം സ്ഥലമായി പറയുന്നത്. രക്തത്തിൽ കുളിച്ച് ക്രൂരമർദ്ദനത്താൽ തളർന്ന് ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് തന്റെ മകൻ നടന്നു നീങ്ങുന്ന കാഴ്ച മാതാവായ മറിയമിന്റെ ഹൃദയം തകർക്കുന്നു. മാതാവ് ഈശോയ്ക്കരികെ ഓടിയെത്തിയെങ്കിലും ഒരു വാക്കുപോലും പറയാനാകാതെ ആ കണ്ണിൽ നിന്ന് ചുടുകണ്ണീർ വാർന്നൊഴുകി. അമ്മയുടെ കണ്ണീർ കണ്ട മകന്റെ കണ്ണിൽ വേദന തളങ്ങിട്ടി. ആ നിമിഷം മാതാവിന്റെ ഉള്ളിൽ ഒരു പഴയ പ്രവചനം മിന്നിമറയുന്നു. 40-ാം ദിവസം ഉണ്ണിയെ ദേവാലയത്തിൽ കാഴ്ചവെച്ച സംഭവം മാതാവ് ഓർത്തു. നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കും എന്ന് പരിശുദ്ധനായ ശിമയോൻ അന്ന് പ്രവചിച്ചിരുന്നു. കുരിശുയാത്രയിലെ 4-ാം സ്ഥലത്ത് നടന്നത് വെറുമൊരു കൂടിക്കാഴ്ചയായിരുന്നില്ല. ഒരമ്മയുടെ അത്യന്തം ദുഃഖകരമായ സഹനവും ഒരു മകന്റെ അഗാധ സ്നേഹത്താലുള്ള ത്യാഗവും ഒന്നിച്ചു ചേർന്ന നിമിഷമായിരുന്നു. കുരിശിന്റെ വഴി, 5-ാം സ്ഥലം, ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. കുരിശും ചുമന്ന് കാൽവരിയിലേക്ക് പോകുന്ന മിശിഹ അത്യധികം തളർന്നു കഴിഞ്ഞിരുന്നു. ഇനി കുരിശേന്തി മുന്നോട്ട് നീങ്ങുവാൻ പോലും കഴിയാത്ത വിധം
അവിടുന്ന് ക്ഷീണിതനായിരുന്നു. ഇതുകൊണ്ട് അവിടുന്ന് വഴിയിൽ വെച്ച് തന്നെ മരിച്ചു പോയേക്കുമോ എന്ന് യൂതന്മാർ ഭയപ്പെട്ടു. ആ സമയത്ത് ശിമയോൻ എന്ന കെവറീൻകാരനായ മനുഷ്യൻ വയലിൽ നിന്നും നടന്നു വരുന്നത് യൂതന്മാർ കണ്ടു. മിശിഹായുടെ കുരിശ് ചുമക്കാൻ അവർ ശിമയോനെ നിർബന്ധിച്ചു. യൂതന്മാരുടെ ഈ തീരുമാനം മിശിഹായോട് തോന്നിയ സഹതാപം കൊണ്ടായിരുന്നില്ല, മറിച്ച് അവിടുത്തെ ജീവനോട് തന്നെ കുരിശിൽ തറയ്ക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു. ശിമയോൻ നിർബന്ധത്തിന് വഴങ്ങിയാണ് മിശിഹായുടെ കുരിശ് ചുമന്നതെങ്കിലും പിന്നീട് അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വലിയ അനുഗ്രഹമായി മാറി. കുരിശുയാത്രയിൽ ശിമയോന്റെ സേവനം അതിമഹത്തായ കാര്യമായി കണ്ട് അദ്ദേഹത്തെ ഓർക്കുന്നു. കുരിശിന്റെ വഴി 6-ാം സ്ഥലം. വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഭാരമേറിയ കുരിശുമായി രക്തത്തിൽ കുളിച്ച് കാൽവരിയിലേക്ക് പോകുന്ന മിശിഹായെ ഭക്തയായ വെറോനിക്ക കാണുന്നു. അദ്ദേഹത്തിന്റെ വേദനയും ക്ഷീണവും കണ്ട് സഹിക്കാനാകാതെ സൈനികർക്കിടയിലൂടെ നടന്ന് അവൾ ഈശോയെ സമീപിക്കുന്നു. അപമാനവാക്കുകൾ ഉയർന്നു കേൾക്കുമ്പോഴും രക്തവും വിയർപ്പും നിറഞ്ഞ അവിടുത്തെ തിരുമുഖത്ത് ശാന്തത നിറഞ്ഞു നിന്നിരുന്നു. ആ സമയം വെറോനിക്ക തന്റെ തൂവാലയെടുത്ത് അവിടുത്തെ തിരുമുഖം വിനയപൂർവ്വം തുടച്ചു. വെറോനിക്കയുടെ ഈ സ്നേഹത്തിനും ധൈര്യത്തിനും മറുപടിയായി മിശിഹായുടെ മുഖഛായ ആ തൂവാലയിൽ പതിഞ്ഞുവെന്ന് വിശ്വാസം പറയുന്നു. പരമാർത്ഥ ഹൃദയർ അവിടുത്തെ കാണും, അങ്ങിൽ ശരണപ്പെടുന്നവരാരും നിരാശപ്പെടുകയില്ല എന്ന തിരുവചനങ്ങൾ കുരിശുയാത്രയിലെ 6-ാം സ്ഥലം ഓർമ്മപ്പെടുത്തുന്നു. കുരിശിന്റെ വഴി 7-ാം സ്ഥലം. ഈശോ മിശിഹ 2-ാം പ്രാവശ്യം വീഴുന്നു. ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് കാൽവരിയിലേക്ക് പോകുന്നതിനിടയിൽ അത്യധികം ബലഹീനനായി 2-ാം പ്രാവശ്യവും മിശിഹ നിലത്ത് വീഴുന്നു. ചുറ്റുമുള്ളവരുടെ പരിഹാസങ്ങളോ ക്രൂരമർദ്ദനങ്ങളോ കാര്യമാക്കാതെ ശാന്തമായി, എന്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ എന്ന് ചിന്തിച്ച് മിശിഹ വീണ്ടും വീണെടുത്തു നിന്ന് എഴുന്നേറ്റ് തന്റെ യാത്ര തുടരുന്നു. വീഴ്ച ജീവിതത്തിന്റെ ഭാഗമാണെന്നും വീഴ്ചകളിൽ ആഴ്ന്നു പോകാതെ സധൈര്യം എഴുന്നേറ്റ് ക്ഷമയോടെ മുന്നോട്ടുള്ള യാത്ര തുടരാൻ കുരിശുയാത്രയിലെ 7-ാം സ്ഥലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കുരിശിന്റെ വഴി 8-ാം സ്ഥലം. ഈശോ മിശിഹ ഓസ്ലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. കുരിശും ചുമന്നുകൊണ്ട് നടന്നു നീങ്ങുന്ന ക്ഷീണിതനായ മിശിഹായെ കണ്ട് ഓസ്ലേം നഗരിയിലെ തെരുവുകൾ ശബ്ദായമാനമായി. പതിവില്ലാത്ത ബഹളം കേട്ട് അവിടുത്തെ സ്ത്രീകൾ വഴിയിലേക്ക് ഇറങ്ങി വന്നു. ക്രൂരമർദ്ദനത്താൽ വലഞ്ഞ് രക്തത്തിൽ കുളിച്ച് ദുർബലനായി നടന്നു നീങ്ങുന്ന മിശിഹായെ കണ്ട് അവർ ഹൃദയം പൊട്ടിക്കരഞ്ഞു. സൈത്തിൻ കൊമ്പുകളും ജയവിളികളും നിറഞ്ഞ ഘോഷയാത്രയോടുകൂടി ഓശാന ഞായറാഴ്ച അവിടുത്തെ വരവേറ്റത് അവരുടെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. അവരുടെ മനസ്സ് സഹതാപപൂർണമായി. അവരുടെ കണ്ണുനീർ ഈശോയെ തെല്ലൊന്ന് ആശ്വസിപ്പിച്ചു. കടുത്ത വേദനയിലും അവിടുന്ന് അവരോടായി പറഞ്ഞു, നിങ്ങൾ എന്നെ ഓർത്ത് കരയരുത്, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കുറിച്ചോർത്ത് കരയുവിൻ. അവിടുത്തെ ഈ വാക്കുകൾ ഒരു പ്രവചനമായിരുന്നു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഓസ്ലേം നഗരം ആക്രമിക്കപ്പെടും. കടുത്ത ദാരിദ്ര്യം അവരെ പിടികൂടും. ഇത് മുന്നിൽ കണ്ട് അവിടുന്ന് സ്വയം മറന്ന് അവരെ ആശ്വസിപ്പിച്ചു. കുരിശിന്റെ വഴി 9-ാം സ്ഥലം. ഈശോ 3-ാം പ്രാവശ്യം വീഴുന്നു. വിറയാർന്ന ശരീരത്തോടെ ഭാരമേറിയ കുരിശും പേറി നടക്കുന്നതിനിടയിൽ മിശിഹ 3-ാം പ്രാവശ്യവും നിലത്ത് വീണു. ശരീരത്തിലെ രക്തമെല്ലാം തീരാറായി. സ്വയം എഴുന്നേൽക്കാൻ പോലുമാകാതെ നാഥൻ വീണെടുത്തു തന്നെ കിടന്നു. ഇതുകൊണ്ട് ശത്രുക്കൾ അവിടുത്തെ വലിച്ചെഴുന്നേൽപ്പിച്ചു. ബലി പൂർത്തിയാകുവാൻ അധികം സമയമില്ലെന്ന് കണ്ട് അവിടുന്ന് വീണ്ടും നടന്നു നീങ്ങി. നീ പീഡിപ്പിക്കുന്ന യേശുവാകുന്നു ഞാൻ എന്ന് ശാവൂലിനോട് അരുളി ചെയ്ത വാക്കുകൾ പാപത്തിൽ മുങ്ങിയ മാനവ സമൂഹത്തിനു നേർക്കുള്ള ശരമുനകളായി 9-ാം സ്ഥലം ചൂണ്ടിക്കാട്ടുന്നു. അവിടുത്തെ പീഡകൾക്ക് മുൻപിൽ നമ്മുടെ ജീവിതഭാരങ്ങളും പ്രയാസങ്ങളും എത്ര നിസ്സാരമാണെന്ന് കുരിശുയാത്രയിലെ 9-ാം സ്ഥലം നമ്മെ ആഴത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. കുരിശിന്റെ വഴി 10-ാം സ്ഥലം. ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ക്ഷീണിച്ചവശനായി മിശിഹ ഗോകുൽത്തായിലെത്തിയപ്പോൾ ശത്രുക്കൾ അവിടത്തേക്ക് മീറ കലർത്തിയ വീഞ്ഞ് കുടിക്കാൻ കൊടുത്തു. എന്നാൽ അവിടുന്ന് അത് സ്വീകരിച്ചില്ല. അതിനുശേഷം
മിശിഹായുടെ വസ്ത്രങ്ങൾ സൈനികർ അഴിച്ചെടുത്തു. ഇത് വലിയ അപമാനവും വേദനയും നിറഞ്ഞ നിമിഷമായിരുന്നു. ജനങ്ങളുടെ മുന്നിൽ മിശിഹായെ അത്രയേറെ അപമാനിക്കാൻ അവർ ശ്രമിച്ചു. അതിനുശേഷം അവിടുത്തെ വസ്ത്രങ്ങൾ 4 ഭാഗിച്ച് ഓരോരുത്തരും ഓരോ ഭാഗം വീതമെടുത്തു. മുറിവുകളിൽ ഒട്ടിപ്പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ ഒരു ദയവും കൂടാതെ അവർ ഉരിഞ്ഞെടുത്തപ്പോൾ നാഥൻ ദുസ്സഹമായ വേദനയാൽ പുളഞ്ഞു. അവിടുത്തെ മേലങ്കി തയ്യൽ കൂടാതെ നെയ്യപ്പെട്ടതായിരുന്നു. അത് ആർക്കു ലഭിക്കണമെന്ന് ചിട്ടിയിട്ടു തീരുമാനിക്കാമെന്ന് അവർ പരസ്പരം പറഞ്ഞു. എന്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു, എന്റെ മേലങ്കിക്കു വേണ്ടി അവർ ചിട്ടിയിട്ടു എന്നുള്ള തിരുവെഴുത്ത് അങ്ങനെ അന്വർത്ഥമായി. കുരിശിന്റെ വഴി 11 സ്ഥലം. ഈശോമിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ക്രൂരമർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി ഗോകുൽത്തായിലെത്തിയ മിശിഹായുടെ വസ്ത്രങ്ങൾ സൈനികർ ഉരിഞ്ഞെടുത്ത ശേഷം അവിടുത്തെ അവർ കുരിശിന് മുകളിലേക്ക് കിടത്തി. പൊട്ടി രക്തമൊലിക്കുന്ന അവിടുത്തെ കൈകാലുകൾ അവർ കുരിശിന്റെ ആണിപ്പഴുതിലേക്ക് വലിച്ചു നീട്ടി. ഒരു ദാക്ഷിണ്യവുമില്ലാതെ ആണികൾ ചുറ്റിക കൊണ്ട് ഉള്ളം കൈകളിലും കാലുകളിലും അടിച്ചു തറച്ചു. ഒരു മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയാത്ത വിധം അസഹ്യമായ വേദനകൾ, പരാതികളോ നൈരാശ്യമോ ഒന്നും തന്നെയില്ലാതെ അവിടുന്ന് ഏറ്റുവാങ്ങി. എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്നു മാത്രം അവിടുന്ന് ആ സമയം പ്രാർത്ഥിച്ചു. മർത്യവംശത്തോടുള്ള അപാര സ്നേഹം ഏറ്റുവാങ്ങിയത് ആ സ്നേഹത്തിനോളം തീവ്രമായ കൊടും ക്രൂരതയാണെന്ന് കുരിശുയാത്രയിലെ 11 സ്ഥലം നമുക്ക് കാണിച്ചു തരുന്നു. കുരിശിന്റെ വഴി 12 സ്ഥലം. ഈശോമിശിഹ കുരിശിന്മേൽ മരിക്കുന്നു. മിശിഹായുടെ കൈകാലുകൾ ആണിതറച്ച് കുരിശിൽ ബന്ധിച്ച ശേഷം സൈനികർ 2 കള്ളന്മാരെ തറച്ച കുരിശുകൾക്ക് നടുവിലായി കുരിശിനെ ഉയർത്തി നിർത്തി. അനുഭവിച്ച വേദനകൾ അസഹ്യമായിരുന്നെങ്കിലും അവിടുന്ന് കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതേസമയം അവിടുത്തെ പരിഹസിച്ച ഒരു കള്ളനെ ശാസിച്ചുകൊണ്ട് മറ്റൊരു കള്ളൻ അവിടുത്തോട് മാപ്പപേക്ഷിച്ചു. കടുത്ത വേദനയിലും അവിടുന്ന് ആ മനുഷ്യനെ ആശ്വസിപ്പിക്കുകയും തന്നോടുകൂടി സ്വർഗത്തിൽ വസിക്കുമെന്ന് അരുളി ചെയ്യുകയും ചെയ്തു. കുരിശിന് താഴെ നിന്ന് വിലപിച്ചുകൊണ്ടു നിന്ന മാതാവിനെയും മറ്റു സ്ത്രീകളെയും അവിടുന്ന് കണ്ടു. മനമുരുകിയ മാതാവിനോട് അവിടുന്ന് യോഹന്നാനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ അവിടുത്തെ മകൻ. യോഹന്നാനോടും മാതാവിനെ നോക്കി പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ 12 മണി സമയമായിരുന്നു. അവിടുന്ന് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. സൈനികർ ഒരു മരക്കൊമ്പിൽ തുണി കെട്ടിവെച്ച് അത് കയ്പനീരിൽ മുക്കി അവിടത്തേക്ക് കുടിക്കാൻ കൊടുത്തു. അവിടുന്ന് അത് സ്വീകരിച്ചു. എന്റെ പിതാവേ, അങ്ങേ കൈകളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നരുളി ചെയ്ത് അവിടുന്ന് ജീവൻ വിടിഞ്ഞു. പെട്ടെന്ന് സൂര്യൻ ഇരുണ്ടു. 3 മണിവരെയും ഭൂമിയിലെങ്ങും അന്ധകാരമായിരുന്നു. ദേവാലയത്തിലെ തിരശീല നടുവേ കീറിപ്പോയി. ഭൂമി ഇളകി വിറച്ചു. പാറകൾ പിളർന്നു. പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. അപ്പോൾ ശതാധിപൻ ഇതെല്ലാം കണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്നുറക്കെ വിളിച്ചു പറഞ്ഞു. കണ്ടുനിന്നവർ മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. മനുഷ്യന്റെ നീതികേടിനെതിരെ പ്രപഞ്ചം തന്നെ താക്കീത് നൽകുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ. കുരിശുയാത്രയിലെ 12 സ്ഥലം. കുരിശിന്റെ വഴി 13 സ്ഥലം. മിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ക്രൂര പീഡനങ്ങൾ ഏറ്റുവാങ്ങി കുരിശിൽ കിടന്ന് ജീവൻ വെടിഞ്ഞ മിശിഹായുടെ ശരീരം കുരിശിൽ നിന്ന് താഴെ ഇറക്കുവാൻ യൂതന്മാർ കൂടിയാലോചന നടത്തി. കാരണം അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. പിറ്റേ ദിവസം യൂതന്മാർ ശാബത്ത് ആചരിക്കുന്നതിനാൽ ശരീരങ്ങൾ രാത്രി കുരിശിൽ കിടക്കാൻ പാടില്ലെന്ന് അവർ തീരുമാനിച്ചു. ശാബതം അഥവാ ശാബത്ത് എന്നാൽ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും വിശ്രമം നൽകി ദൈവാരാധനയ്ക്കായി മാറ്റിവെക്കുന്ന ഒരു വലിയ ദിവസം. വെള്ളിയാഴ്ച സൂര്യാസ്തമയം മുതൽ ശനിയാഴ്ച സൂര്യാസ്തമയം വരെയുള്ള സമയം യൂതന്മാർ ശാബത്തായി കണക്കാക്കിയിരുന്നു. തന്മൂലം കുരിശിൽ തറയ്ക്കപ്പെട്ടവരുടെ കണങ്കാലുകൾ തകർത്ത് ശരീരം താഴെ ഇറക്കണമെന്ന് അവർ പിലാത്തോസിനോട് ആവശ്യപ്പെട്ടു. ആകയാൽ പിലാത്തോസിന്റെ ഉത്തരവ് പ്രകാരം അദ്ദേഹത്തിന്റെ പടയാളികൾ വന്ന് മിശിഹായോട് കൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്ന 2 പേരുടെയും കണങ്കാലുകൾ തകർത്തു. ഈശോ പണ്ടേ മരിച്ചു കഴിഞ്ഞിരുന്നു എന്നു കണ്ടതിനാൽ അവിടുത്തെ കണങ്കാലുകൾ തകർത്തില്ല. എങ്കിലും പടയാളികളിൽ ഒരാൾ വന്ന് കുന്തം കൊണ്ട് അവിടുത്തെ വിലാപ്പുറത്ത് കുത്തി. ഇത് അവിടുത്തെ മരണം ഉറപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി.
പിന്നീട് അവർ മിശിഹായുടെ ശരീരം കുരിശിൽ നിന്നിറക്കി മാതാവിന്റെ മടിയിൽ കിടത്തി. ആർക്കും വിവരിക്കാൻ കഴിയാത്ത അങ്ങേയറ്റം സങ്കടകരമായ നിമിഷം. ഉണ്ണിയായിരുന്നപ്പോൾ ദൈവകുമാരനെ ആദ്യമായി കയ്യിലെടുത്തതു മുതൽ ഗോകുൽത്ത വരെയുള്ള സംഭവങ്ങൾ ഓരോന്നായും മാതാവിന്റെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. അവിടുന്ന് ഹൃദയം തകർന്ന് തന്റെ പുത്രനെ നെഞ്ചോട് ചേർത്തു. അളവില്ലാത്ത മാതൃസ്നേഹം നൽകി സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ച് ലോകത്തിനായി സ്വന്തം മകനെ വിട്ടു നൽകിയ ആ മഹാത്യാഗത്തെ കുരിശുയാത്രയിലെ 13-ാം സ്ഥലം അങ്ങേയറ്റം ദുഃഖത്തോടെ ചൂണ്ടിക്കാട്ടുന്നു. കുരിശിന്റെ വഴി 14-ാം സ്ഥലം ഈശോ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. അരിമത്യ നാട്ടിൽ ജീവിച്ചിരുന്ന യൗസേപ്പ് എന്ന മനുഷ്യൻ പീലാത്തോസിനെ സമീപിച്ച് ഈശോയുടെ മൃതദേഹം ഏറ്റെടുക്കുന്നതിനും സംസ്കാര ചടങ്ങുകൾ നിർവഹിക്കുന്നതിനും വേണ്ട അനുവാദം തേടി. പീലാത്തോസ് അദ്ദേഹത്തിന് അനുവാദം നൽകി. അനന്തരം യൗസേപ്പ് സംസ്കാര ചടങ്ങുകൾക്കായി പുറപ്പെട്ടു. അദ്ദേഹത്തിന്റെ കൂടെ യഹൂദന്മാരുടെ ഭരണസമിതിയായ സാൻഹെദ്രിനിലെ ഒരംഗവും യഹൂദ നിയമങ്ങളിൽ അഗാധ പാണ്ഡിത്യവുമുള്ള ഇസ്രായേലിന്റെ തന്നെ ഗുരുവുമായ നിക്കദേമോസും ഉണ്ടായിരുന്നു. യഹൂദ പ്രമാണികൾ യേശുവിനെ വിചാരണ കൂടാതെ പിടികൂടാൻ ശ്രമിച്ചപ്പോൾ നിക്കദേമോസ് ആയിരുന്നു അവർക്കെതിരെ സംസാരിച്ചത്. ഒരാളുടെ ഭാഗം കേൾക്കുന്നതിനു മുൻപ് അയാളെ കുറ്റക്കാരനായി വിധിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് അദ്ദേഹം വാദിച്ചതായി യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു. ആ മനുഷ്യൻ 100 ലാത്തലോളം മീറയും അകിലും കലർന്ന വിലപിടിപ്പുള്ള സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുവന്നു. യൂതന്മാരുടെ ആചാരമനുസരിച്ച് കച്ചകളും പരിമള ദ്രവ്യങ്ങളും കൊണ്ട് മിശിഹായുടെ തിരുശരീരം പൊതിഞ്ഞു. പാറയിൽ വെട്ടിയുണ്ടാക്കിയ ഒരു പുതിയ കല്ലറയും ഒരു തോട്ടവും ഈശോയെ കുരിശിൽ തറച്ചെടുത്ത് ഉണ്ടായിരുന്നു. കല്ലറ അടുത്തായിരുന്നതുകൊണ്ടും ശാബദം ആരംഭിച്ചിരിക്കുന്നതുകൊണ്ടും യൗസേപ്പും നിക്കദേമോസും ഈശോയുടെ തിരുശരീരം രാജകീയമായ ബഹുമാനത്തോടെ അവിടെ തന്നെ അടക്കി. വലിയൊരു കല്ലുരുട്ടി കല്ലറയുടെ വാതിൽ അടയ്ക്കുകയും ചെയ്തു. മഗ്ദലന മറിയവും ഈശോയുടെ മാതാവിന്റെ സഹോദരിയും ഗലീലയിൽ നിന്ന് ഈശോയെ അനുഗമിച്ചു വന്ന മറ്റു സ്ത്രീകളും മാതാവിനോടൊപ്പം കണ്ണീർ വാർത്തുകൊണ്ട് അപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു.